മറ്റു വാർത്തകളിലേക്ക് നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പുതിയ വെളിപ്പെടുത്തൽ. പ്രതി കേഡൽ ജിൻസൺ രാജ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായിരുന്നു കൊലയെന്ന് പറഞ്ഞത് കള്ളമാണെന്നും കേഡലിനെ ഒറ്റപ്പെടുത്താൻ കുടുംബാംഗങ്ങൾ ശ്രമിച്ചപ്പോൾ മനഃപൂർവ്വം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിൽ ആ വിധത്തിലേക്ക് അന്വേഷണങ്ങൾ നീങ്ങിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്ന കാര്യങ്ങൾ. സൗമ്യ, പ്രധാനമായും ഇതൊരു വളരെ പ്രത്യേകതകളുള്ള ഒരു കേസായിട്ടാണ് പോലീസ് വിലയിരുത്തുന്നത്. ഒന്നാമത്, ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചുരുളുകൾ അഴിയണമെങ്കിൽ ഇനിയും വിശദമായ ചോദ്യം ചെയ്യൽ, ഒരുപക്ഷെ ദിവസങ്ങളോളമുള്ള ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമായും അടിക്കടി മൊഴി മാറ്റുന്ന കേതലിന്റെ സ്വഭാവം തന്നെയാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല പിന്നീട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്ക് വീട്ടിനുള്ളിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്ന തരത്തിൽ പറയുമ്പോൾ തന്നെ തനിക്ക് അവരോടെല്ലാം വലിയ സ്നേഹമായിരുന്നു എന്ന താൻ അവരോടെല്ലാം വളരെ അടുത്തിടപഴകാറുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തനിക്ക് സ്നേഹമാണ്, മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്ന് ഒരു തരത്തിൽ പറയുന്നു. ഇത് ഒരുതരം ഒരേ സമയം മാനസിക വിഭ്രാന്തിയുടെയും അതേസമയം തന്നെ ക്രിമിനൽ ബുദ്ധിയുടെ അങ്ങേ തലം വരെ പോകുന്ന തരത്തിലുമാണ് പലപ്പോഴും കേതൽ സംസാരിക്കുന്നത്. സ്വന്തം അമ്മയെയും പിതാവിനെയും സഹോദരിയെയും എല്ലാം നിഷ്ഠൂരമാം വണ്ണം വധിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ഒളിവിൽ പോയിട്ട് വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുകയും അക്ഷോഭ്യനായി ചോദ്യം ചെയ്യലിനെ നേരിടുകയും അങ്ങനെ ഒരു നടക്കുന്ന കാര്യമല്ല എന്നതാണ് പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇയാളെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അല്പസമയത്തിനകം മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് വീണ്ടും പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. മനഃശാസ്ത്രജ്ഞന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് പല ഘട്ടങ്ങളിലും പോലീസ് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. അതിൽ ഇത് പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മനോരോഗ വിദഗ്ധന്റെ സാന്നിധ്യം പോലീസ് അനിവാര്യമായി തേടുന്നത്. എന്തായാലും ഇന്ന് കേതലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡി ആപ്ലിക്കേഷനിലൂടെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യൽ തുടരാനാണ് പോലീസിന്റെ തീരുമാനം. സൗമ്യ, ജീവനാണ് വിവരങ്ങൾ നൽകിയത്.